ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. Yes, ഇല്ല ഉള്ള ബോൾ പോരുത്. വെരി ഗുഡ്. വേണ്ട. യെസ് യെസ്. അമ്മാന കൊമ്പത്ത് ചങ്ങാതി പോവേ നിന്നോട് ഇഷ്ടങ്ങൾ ചൊല്ലാം ഞാൻ. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. അത് പോവരുത് അത് പോവരുത്. ഓ ഓലത്തുമ്പത്തിരുന്നു യലാടും ചെല്ലപ്പങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചോ മനിച്ചയ്യ. വെരി ഗുഡ്. ഇല്ല ശുദ്ധ, നിനക്കൊന്നുമില്ല, നിനക്കൊന്നും പറ്റിയിട്ടില്ല. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. മടപ്പള്ളിയിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട സ്ഥലം അറക്കൽ ദേവിയുടെ തിരുസന്നിധിയിലാണ് ഇന്ന് സി കേരളത്തിന്റെ ഷൂട്ട് നടക്കുന്നത്. അറക്കൽ ദേവിയുടെ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര വെടിക്കെട്ട് തന്നെയാണ്. പൂരം കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലം വേറെയില്ല. കാരണം ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാത്തവർ ഇനി അറിയണം. അതാണ് നമ്മുടെ മടപ്പള്ളിയിലെ അറക്കൽ ദേവി. എന്തായാലും സി കേരളം സൂപ്പർ ബമ്പർ ഇവിടെ തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടണം അല്ലേ? ഓക്കെ, എന്താണ് പേര്? വിഷ്ണുക്കുട്ടൻ. എന്താ പേര്? ഹരിഗോവിന്ദൻ. പിള്ളേരെല്ലാം ഫ്രണ്ടിൽ വന്നിരിക്കുക. നമ്മുടെ ഒരു മാഷ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എന്തിയാ നമ്മുടെ മാഷ്? എന്തിയേ മാഷൊന്ന് വന്നേ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. അപ്പൊ ഇതാണ് ബിജുമാഷ്. ബിജുമാഷിന്റെ കെയർ ഓഫിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ ഷോ അവതരിപ്പിക്കുന്നത്. ബിജുമാഷിന് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിജുമാഷിന് ഒരു PSC കോച്ചിങ് സെന്റർ ഉണ്ട്. സാധാരണ ചിലയിടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ കോച്ചിങ് സെന്ററുകൾ അവർ സ്പോൺസർഷിപ്പ് ആയിട്ടൊക്കെ വരും. ഇപ്പം PSC കോച്ചിങ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ഇത്രയും ആളുകൾക്ക് സർവീസ് കൊടുക്കുന്നത് അമ്പലത്തിന്റെ കെയർ ഓഫിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇത്രയും പേർക്ക് സർവീസ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്. 1 രൂപ പോലും മേടിക്കാതെയാണ്, ഫ്രീ ആയിട്ടാണ് ഈ സർവീസ് കൊടുക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അങ്ങനെയുണ്ട് അല്ലേ? പക്ഷെ പറയൂ, എന്താണ് വിശേഷം? ആദ്യമായി ഞാൻ സി കേരളം ചാനലിന് നമ്മുടെ അറക്കൽ ക്ഷേത്രത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ വന്നിട്ട് ഇത്രയും നല്ല ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. എന്തോ നമ്മുടെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്ന എല്ലാ പരിപാടികളും ആര് വന്ന് പരിപാടി നടത്തിയാലും എല്ലാം വളരെ ഗംഭീരമായിട്ട് നടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അത് ഞങ്ങളുടെ ദേവിയുടെ ഒരു കൃപാകടാക്ഷമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും കളിയിലേക്ക് പോവാം. കാര്യങ്ങളെല്ലാം അറിഞ്ഞു. നമ്മുടെ ജനങ്ങളുടെ അവിടെ പാർട്ടിസിപ്പൻസ് 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് കളിയിലേക്ക് വരുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ മാഷെ, താങ്ക് യു.
സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡാസിക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, കളി തുടങ്ങാൻ സമയമായിട്ടുണ്ട്. 5 പേരെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. 5 പേരെ മുഴുവൻ പേരെയും ഞാൻ ഈ ഭരണിയിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതിൽ ആരാണ് ആദ്യത്തെ ഗെയിം കളിക്കുവാനായിട്ട് വരുന്നതെന്ന് നമുക്കറിയില്ല. നമുക്കൊരാളെ തെരഞ്ഞെടുക്കാം. മോനൊന്ന് വന്നോളൂ. ഞാൻ ആ പേര് വായിക്കുകയാണ്. 5 പേരിൽ ഒരാള്. ഏതായാലും നമ്മുടെ ദേവിയുടെ അനുഗ്രഹത്താൽ ആരാണ് കളിക്കാൻ വരുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. അശ്വന്ത്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡാസിക് ചോക്കോ ചിപ്പ് കുക്കീസിൽ കളിക്കാൻ വന്നിരിക്കുന്ന ആളാണ് ഇവിടെ നിൽക്കുന്നത്. അശ്വന്ത്. അശ്വന്ത് കൂട്ടാ, എന്തുണ്ട് വിശേഷം? എന്ത് ഇങ്ങനെ തന്നെ പോന്ന്? അങ്ങനെയൊക്കെ പോണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +1 പഠിക്കുന്നത്. +1 പഠിക്കുന്നത്. ഏതാണ് +1? +1 ഹയർ സെക്കൻഡറി കൊമേഴ്സ്. കൊമേഴ്സ്. ഇവിടെ GVHSS മടപ്പള്ളി എന്ന സ്കൂളാണ്. സ്കൂളിലാണ് പഠിക്കുന്നത്. ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുണ്ടോ അവിടെ? ഒരുപാട് ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ് മോശമില്ലാണ്ടുണ്ട്. ആൺകുട്ടികളോ പെൺകുട്ടികളാണ് കൂടുതൽ? ഏതാ വേണ്ടേ? അല്ല എനിക്കറിയില്ല. നിന്റെ ഇഷ്ടം എനിക്കറിയില്ലല്ലോ. ഒരു 50-50. 50-50. അശ്വത്തിന്റെ ആൺ സുഹൃത്തുക്കളെല്ലാം ഒന്ന് കൈവക്കിക്കേ. എല്ലാം ഇത് എന്ത് ഫാൻസാടാ ഇത്? പെൺ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാം ഒന്ന് കൈവന്തിക്കേ. അശ്വന്ത് കീ. അതാണ് നിങ്ങളെ പേരെല്ലാം പറഞ്ഞ് നിങ്ങൾ എന്നെ സ്വീപ്പാക്കുന്ന ഭീകരമാണ് അല്ലേ? ഗംഭീരമാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? ഇവിടെ അടുത്ത് തന്നെയാണല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് കളിയിലേക്ക് പോവാം അല്ലേ? സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അശ്വന്ത്, ഇപ്പൊ അശ്വന്തിനുള്ള ആദ്യത്തെ കലാപരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നിൽ പണപ്പെട്ടിയുണ്ട്, ഒന്ന് പണിപ്പട്ടിയുണ്ട്. ഏത് പട്ടിയാണ് വേണ്ടേ? പണപ്പെട്ടി മതി. നീ ഭീകരനായിരുന്നല്ലേ മക്കളെ. അതായത് പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ പണിപ്പെട്ടിയിൽ നിന്ന് പണിയെടുത്ത് ജയിക്കണം. എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് റെഡിയല്ലേ? ആദ്യത്തെ പണി എന്താണെന്ന് നോക്കാം. അപ്പം അശ്വന്തിനുള്ള ആദ്യത്തെ പണിയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. നോക്കാം. അശ്വന്തിനുള്ള ആദ്യത്തെ ഗെയിം പറയുകയാണ്. അശ്വന്തിനുള്ള ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് ബലൂൺ സ്ഫോടനം. അപ്പോ ബലൂൺ സ്ഫോടനം തുടങ്ങാൻ പോവുകയാണ്. 120 സെക്കൻഡ് ആണ് ഇതിനുള്ള സമയം എന്ന് പറയുന്നത്. നിസ്സാരമായിട്ടുള്ള ഗെയിമാണ്. 120 സെക്കൻഡിനുള്ളിൽ കൈമുട്ടുകൊണ്ട് ഇടിച്ച് ഈ ബലൂൺ എല്ലാം പൊട്ടിക്കണം. സിമ്പിൾ ഗെയിമാണ്. ഓക്കെ അല്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ബലൂൺ സ്ഫോടനം. പൊട്ടും. നീ കൈയടിച്ച് പൊട്ടിക്കല്ലേ? അഞ്ഞു പിടിച്ചോ. യെസ്, വെരി ഗുഡ്. യെസ്, 120 സെക്കൻഡ് ഉണ്ട് സമയം. യെസ്, 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 വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്.
ഇഷ്ടം പോലെയാണ്. Yes. കൈയടിക്കുക. ഒരെണ്ണോടെ. Yes. Yes. Very good. Yes. ഉറപ്പുള്ള 1000 രൂപയാണ് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. അതെ, സി കേരളം സൂപ്പർ ബമ്പർ കോക്ക് പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീ ചോക്കോ ചിപ്പ് കുക്കീസിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് അശ്വന്താണ്. അശ്വന്തേ, 1000 രൂപ ഉറപ്പുള്ള സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മുട്ടെല്ലാം വല്ലാണ്ട് വേദനിച്ചല്ലേ? ഒരു ബലൂൺ പൊട്ടിച്ചപ്പോ നിന്റെ മുട്ട് വേദനിച്ചോ? രക്ഷയില്ല, വല്ലാണ്ട് വേദനല്ലേ ഇത്. ആ, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? വേറെ എന്ത്? നീനുള്ള ഗെയിം ഇത് കൂടുതൽ ടൈറ്റ് ഗെയിം ആണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് നേരിടാ? എന്ത് നേരിടാം? ഇപ്പൊ 2000 രൂപയുടെ ഗെയിമിലേക്ക് പോവാം അല്ലേ? പോവാം. 1000 രൂപ തരാനുണ്ടോ? തീർച്ചയായിട്ടും തരും. 1000 രൂപ തന്നതിന് ശേഷം 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണ്? തയ്യാറാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം. അശ്വന്തൂട്ടാ, എന്തോ എല്ലാം ഓക്കെ അല്ലേ? ആ, കൈയുടെ വേദനയൊക്കെ പോയി, ചെറുങ്ങനെ ബാക്കിയുണ്ട്. ചെറുങ്ങനെ ബാക്കിയുണ്ട്. അപ്പം അശ്വന്തിനുള്ള ആദ്യത്തെ 1000 രൂപ കൊടുക്കാൻ പോവുകയാണ്. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. സമ്മാനം 1000 രൂപ. നല്ലൊരു കൈയടി. യെസ്. അശ്വന്തിനുള്ള 2000 രൂപയുടെ ഗെയിമാണ് അടുത്തത്. ഗെയിം ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാം താല്പര്യം ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഏതായാലും സന്തോഷമുണ്ട്. 2000 രൂപയുടെ ഗെയിമാണ് അശ്വന്ത് കളിക്കാൻ പോകുന്നത്. 2000 രൂപയുടെ ഗെയിമിന്റെ പേര് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടല്ലേ? ഉണ്ടോ? 2000 രൂപയുടെ അശ്വന്തിനുള്ള ഗെയിമിന്റെ പേരാണ് കരകാട്ടം. അപ്പോ അശ്വന്തിനെ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. കരകാട്ടം, ഇതാണ് കരകാട്ടം അല്ലേ? കരകാട്ടം കളിക്കോ? ഇല്ല, കരകാട്ടം കളിക്കില്ല. അപ്പൊ ഈ ഗെയിമിന് വേണ്ടിയിട്ട് അശ്വന്തിന് ഒരു സുഹൃത്തിനെ കൂടെ വിളിക്കണം. ഏത് സുഹൃത്തിനാണ് വിളിക്കാൻ? അക്ഷയ്. അക്ഷയ് മോനെ, എവിടെ നീയാ? അതെ, അക്ഷയ് വന്നിട്ടുണ്ട്. ഓടിവാ. അക്ഷയ്, നിങ്ങൾ വലിയ സുഹൃത്തുക്കളാണോ? അതെ, നല്ല സുഹൃത്തുക്കളാണല്ലേ? അപ്പൊ നമുക്കൊരു പണി കൊടുക്കുക. അശ്വന്തുണ്ട്. കരകാട്ടം എന്താണെന്ന് പറഞ്ഞു തരാം. അക്ഷയ് ഒരു കാര്യം ചെയ്യുക, ഇവിടെ നിൽക്കുക. ഇവിടെ കുറേ ബോളുകൾ അക്ഷയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. അശ്വന്ത് അവിടെ നിൽക്കും. ഇവിടെ നിറയ ആ തലയിലെ കൊട്ടയിൽ ഈ ബോൾ വീഴിക്കുക. 3 ബോള് സേവ് ചെയ്താൽ മതി. ഈ ഗെയിമിൽ ജയിക്കും. 2000 രൂപയുടെ ഗെയിമാണ്, അതായത് 3000 രൂപയുടെ എൻട്രി ഗെയിമാണിത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം. തുടങ്ങാം. അപ്പോ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. 100 സെക്കൻഡാണ് സമയം. ഗെയിം അവസാനിക്കുമ്പോൾ ഈ കുട്ടയിൽ 3 ബോളുകൾ ബാക്കി ഉണ്ടാവണം. എത്ര എണ്ണം വേണേലും എറിയാം. 3 എണ്ണം ബാക്കി ഉണ്ടായാൽ മതി. അപ്പോൾ കയറി നിന്നോളൂ, അവിടെ നിന്നോളൂ. അശ്വന്ത് അവിടെ നിന്നോളൂ. അപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കരകാട്ടം. റെഡി? നിന്നോളൂ. യെസ്, 1. യെസ്, ഇല്ല, ഉള്ള ബോൾ പോരുത്. വെരി ഗുഡ്. വേണ്ട. യെസ്, യെസ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ആ, ഇതാണ് കരകാട്ടം. സിമ്പിൾ ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. അതെ, 3000 രൂപയുടെ കളിയിലേക്കുള്ള എൻട്രി 2000 രൂപയുടെ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ് അശ്വന്ത്. നല്ലൊരു കൈയടി. അക്ഷയ്, അടിപൊളി മുത്ത. അശ്വന്ത്, 3000 രൂപയുടെ കളിയിലേക്കുള്ള എൻട്രിയാണ്. 2000 രൂപയുടെ കളിയിലാണ് ജയിച്ചത്. ഞങ്ങൾ പ്രതീക്ഷ അത്ര നിസ്സാരമായിട്ട് തോന്നിയില്ല. ഇത്തിരി വിഷമം പിടിച്ച ഗെയിം ആയിരിക്കും എന്നാ കരുതത്. അശ്വന്തിന് എന്ത് തോന്നി? ആദ്യത്തെ എന്നാലും ഒരു ടഫ് തോന്നിയേ. എന്നിട്ട് രണ്ടാമത്തെ വേഗം കഴിഞ്ഞു. എളുപ്പമാണ്. എളുപ്പമായിരുന്നു. ഇനിയിപ്പം അടുത്തത് 3000 രൂപയുടെ ഗെയിമിലേക്ക് പോവാണോ? പോവാ. തീർച്ചയായിട്ടും അശ്വന്ത് കളിക്കാൻ പോകുന്നത് 3000 രൂപയുടെ കളിയാണ് കളിക്കാൻ പോകുന്നത്. അതിന് മുന്നേ സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഒരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ?
അശ്വന്തേ, എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ പെർഫോമൻസ്? പെർഫോമൻസ് അടിപൊളിയായില്ലേ? സൂപ്പർ ആയിരുന്നല്ലേ? ആയിരുന്നോ? അതെ, നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. അതിലും അശ്വന്തന്റെ പേര് തന്നെ വലിയൊരു വെറൈറ്റി പേര്, അശ്വന്ത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പേര് അശ്വന്ത്, നല്ല പേരല്ലേ? എന്നാ എനിക്ക് തീരെ ഇഷ്ടമല്ല ടപ്പേരി. പേര് ഇഷ്ടമില്ല? ഇല്ല. ഇപ്പം ഒരു ഇഷ്ടപ്പെട്ട പേരെന്താണ്? ഇപ്പം അമീർ ഖാൻ അങ്ങനെയൊക്കെയുള്ള 5 പേരാണ് ഇഷ്ടം? അല്ല, ആ. ക്രിസ്റ്റി ഡിക്കാപ്രിയോ. എന്താണ്? ക്രിസ്റ്റി ഡിക്കാപ്രിയോ. ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രിയോ, അതെന്ത് ഒരു കേട്ടിട്ടുള്ള പേരല്ലോ? ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ക്രിസ്റ്റി. കേട്ടിട്ടുണ്ട്. ആ, ക്രിസ്റ്റി. ലിയനാർഡോ ഡിക്കാപ്രിയോ. ടൈറ്റാനിക്. ഡിക്കാപ്രിയോ. ആ, ടൈറ്റാനിക്. ഈടാ ഭീകര, കൊടും ഭീകരായിരുന്നല്ലേ? ഗംഭീരം. ആ പേരിലേക്ക് മാറാൻ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേര് മാറണമെന്നുണ്ട്. പൊരക്കുന്നതിന് അമ്മമ്മ വല്ലാണ്ട് സീനാക്കുന്നുണ്ട്. അമ്മ വന്നിട്ടുണ്ടോ? ആ, അമ്മമ്മ ഇവിടെ ഉണ്ട്. ഉണ്ടായിരുന്നോ? അമ്മമ്മല്ലോ. ആ, അമ്മമ്മ ഇന്നലെ മോനെ എന്ത് വിളിക്കും? ഡിക്കാപ്രിയ മോനെ എന്ന് വിളിക്കോ? വേണ്ട. മോനെ ഡിക്കാപ്രിയ, ഒന്ന് കാപ്പ് കുടിക്കടാ. അല്ല, ആ. മോനെ ഡിക്കോ. അതാണ്, വെരി ഗുഡ്, മിടുക്കനാണ്. എന്തായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകണം അല്ലേ? 3000 രൂപയുടെ ഗെയിമാണ് ഇനിയുള്ളത്. 3000 രൂപയുടെ ഗെയിമിൽ നമുക്ക് ഉറപ്പുള്ള സമ്മാനമാണ്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിം ഏതാ നോക്കാം. ഓക്കെ, എടുത്തോളൂ. ഡിക്കുവാണ് അടുത്ത ഗെയിം കളിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. 3000 രൂപയുടെ ഗെയിമാണ് നമ്മുടെ പ്രിയങ്കരനായ ഡിക്കു. ഡിക്കു അല്ലല്ലോ, അശ്വന്ത്. എനിക്കും തെറ്റിക്കുന്നു, നീ എന്താണിത്? ഓക്കെ, ഗെയിമിന്റെ പേരാണ് ഫുഡ് കപ്പ്. അശ്വന്തേ, എന്തോ? അപ്പൊ തുടങ്ങാം. തുടങ്ങാം. നിനക്ക് ആരെ ഇഷ്ടം പറഞ്ഞേ? ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുകൊണ്ടാണ് ഇപ്പൊ പണി കിട്ടിയത്, ഗെയിം മാസ്റ്റർ പണി തന്നത്. കാലം രണ്ടായാലും ഓരോ ഗ്ലാസ് കെട്ടി വെച്ചിട്ടുണ്ട്, ഗെയിം കളിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗെയിം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ വന്ന് നിൽക്കുക, ബോൾ എറിയുക, ഇതിൽ ബോൾ എറിയുക, കാലിൽ പിടിക്കണം. മനസ്സിലായോ? ഓരോ കാലിലും ഓരോ ബോൾ വീതമാണ് പിടിക്കേണ്ടത്. മനസ്സിലായോ? 2 ബോളാണ് ടോട്ടൽ വേണ്ടത്. നമുക്കുള്ള സമയം എന്ന് പറയുന്നത് 80 സെക്കൻഡ് ആണുള്ളത്. 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഓരോ കാലിലും കപ്പിൽ ഓരോ ബോൾ വീതം പിടിക്കുക. റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. റെഡി? യെസ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് പോവരുത്, അത് പോവരുത്. 10 സെക്കൻഡിനുള്ളിലാണ് പണി തന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് അറക്കൽ ഭഗവതിയുടെ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഇവന്റെ മേലാണ് ചൊരിഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, അത് മാത്രല്ല, നേരത്തെ പറഞ്ഞിനി ഇഷ്ടപ്പെട്ട കളിക്കാരെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏതായാലും ഒരുപാട് സന്തോഷം. 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത് ഈ കുഞ്ഞനുജന്. ഏതായാലും ഒരുപാട് സന്തോഷം. സി കേരളം സൂപ്പർ ബമ്പർ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ് ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഗെയിം 4000 രൂപയുടെ ഗെയിം അല്ല, 5000 രൂപയുടെ ഗെയിമാണ്. അടുത്ത കളിയിലേക്ക് പോകുന്നത് 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് യശ്വന്തിന് കിട്ടിയിരിക്കുന്നത്. അശ്വന്തേ, എന്തോ സന്തോഷമൊക്കെ ആയല്ലേ? സന്തോഷമായി. പുഞ്ചിരിയൊക്കെ വന്ന, ആദ്യം മസിലൊക്കെ പിടിച്ച് വന്ന ചക്കരക്കുട്ടൻ. ഇപ്പൊ ഇച്ചിരി സംഭവമൊക്കെ ആയി. ഇനി നമ്മുടെ കടം എത്രയാണ് ഉള്ളത്? 3000 രൂപ. എത്ര രൂപ തന്നു? 1000 തന്നു. ഇനിയിപ്പോ എത്ര രൂപയാണ് തരാനുള്ളത്? 2000. അപ്പൊ നമ്മുടെ ബാധ്യത അങ്ങ് തീരും അല്ലേ? ആയിക്കോട്ടെ. അപ്പോ അശ്വന്തിനുള്ള 2000 രൂപ. അതെ, 3000 രൂപയുടെ ഗെയിമാണ് കഴിഞ്ഞത്. അതിൽ 2000 രൂപ സമ്മാനമായിട്ട്. നല്ലൊരു കൈയടി. യെസ്. അപ്പൊ ഇനി എത്ര രൂപയുടെ ഗെയിമാണ് ഇനി കളിക്കാനുള്ളത്? 5000 അല്ലേ? 5000 രൂപയുടെ ഗെയിമാണ് നമ്മൾ ഇനി കളിക്കാനുള്ളത്. 5000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് മുൻപത്തെ പോലെ തന്നെ 10000 രൂപയുടെ ഗെയിമിനുള്ള എൻട്രി ഗെയിമാണ്. അപ്പോ
5000 രൂപയുടെ ഗെയിമാണ് അശ്വന്തിനെ കാത്തിരിക്കുന്ന ഗെയിം. ഏത് ഗെയിമാണെന്ന് നമുക്ക് നോക്കാം. എടുത്തോളൂ. അശ്വന്തിനെ കാത്തിരിക്കുന്ന ഈ ഗെയിം ഏതാണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ട് അല്ലേ? ഓക്കെ, അശ്വന്തിനെ കാത്തിരിക്കുന്ന ഈ ഗെയിം സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ അടുത്തതായി നല്ല ഒരു പെർഫോമൻസ് ആണ്. ഗംഭീരായി പോയി. എന്താ മക്കളുടെ പേര്? അലീന. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. നന്നായിട്ട് പഠിക്കോ? നന്നായിട്ട് പഠിക്കുമെന്ന്
പാട്ട് നന്നായിട്ട് പഠിക്കും. ആരെ പാട്ട് പഠിപ്പിക്കണം മോളെ? അഭിലാഷ് മാഷ്. അഭിലാഷ് മാഷ്. എന്തേരായി പാട്ട് പഠിച്ച്? എന്തേരായി പാട്ട് പഠിച്ച്? എന്തുമാത്രം കീർത്തനമൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഗീത. ഗീതമാണല്ലേ. ഏതായാലും നന്നായിട്ട് പാടി മോള്. മോക്ക് സി കേരളം സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു സമ്മാനം. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. 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 സൂപ്പർ ആയിരുന്നു. സൂപ്പറായിരുന്നു. അതാണ് നമ്മുടെ ഈ നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഡിക്രൂവിനുള്ള അടുത്ത ഗെയിം 5000 രൂപയുടെ ഗെയിം കുറെ നേരമായിട്ട് എൻ്റെ ഇരിക്കുകയാണ്, പക്ഷേ സമ്മതിക്കുന്നില്ല. എന്താണെന്നറിയില്ല. സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ a short break. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, 5000 രൂപയുടെ ഗെയിമാണ് അടുത്തതായിട്ട് അശ്വന്തിനെ കാത്തിരിക്കുന്ന. ഗെയിമിന്റെ പേരാണ് അമ്മായിയുടെ ദോശക്കട. അപ്പോ 5000 രൂപയുടെ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. 5000 രൂപയുടെ ഗെയിം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്? 10,000 രൂപ. 10,000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്. ആദ്യം ഞാൻ 1000 രൂപ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. 1000 രൂപയ്ക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? ഒന്നും ചെയ്യാനില്ല. 10,000 രൂപ കിട്ടുകയാണെങ്കിൽ അശ്വന്ത് എന്ത് ചെയ്യും? 10,000 കിട്ടണമെങ്കിൽ ആദ്യം ഒരു എന്റെ അമ്മക്ക് ഒരു റേഡിയോ ഞാൻ വാങ്ങി കൊടുക്കും. ഓ, വീട്ടിൽ റേഡിയോ ഇല്ല? വീട്ടിൽ റേഡിയോ ഇല്ല. അതെന്തിനാണ്? വീട്ടിൽ ഇപ്പൊ ടി വി ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ എന്തിനാണ് റേഡിയോ വാങ്ങി കൊടുക്കുന്നത് അമ്മയ്ക്ക്? പണിയെടുക്കുന്നേരം ടി വി ലേശം ബുദ്ധിമുട്ടല്ലേ, റേഡിയോയില് പാട്ട് കേൾക്കാമേ. വലിയൊരു അറിവാണ് കേട്ടോ അശ്വന്ത് പങ്കുവെച്ചത് നമ്മളോട്. അമ്മയ്ക്ക് റേഡിയോ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഇപ്പോഴത്തെ ജനറേഷനിലെ മോൻ തന്നെയായിരിക്കും അശ്വന്ത്. നല്ലൊരു കയ്യടി, ചെറിയ കയ്യടി പോരാ. കാരണം അമ്മയെ ഭയങ്കര ഇഷ്ടമാണോ? അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? വായിൽ വെക്കാനൊന്നും കൊള്ളൂല്ലെങ്കിൽ എല്ലാം തട്ടിക്കൊട്ടി തിന്ന. അതാണ്, വായിൽ വെക്കാനൊന്നും കൊള്ളൂല്ലെങ്കിലും എല്ലാം നല്ലതാണല്ലേ. അമ്മ വന്നിട്ടുണ്ടോ അവിടെ? ഇല്ല, അമ്മയില്ല ഇവിടെ. അമ്മ വന്നിട്ടില്ലേ? അപ്പൊ എന്തായാലും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും കൊള്ളത്തില്ലേ? വലിയ പോരില്ലാണ്ട് തിന്ന, അത്രയാ പറഞ്ഞു. ഇവന്റെ വീടിന്റെ അടുത്തുള്ള ആരാ അവിടെ ഉള്ളേ? അവന്റെ അമ്മയോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. നമ്മളൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ളവരെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ കുറ്റം പറയും. പക്ഷെ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഗൾഫിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വേറെ നാട്ടിൽ ജോലിക്ക് ചെല്ലുമ്പോഴായിരിക്കും അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ രുചിയും നാട്ടിലുള്ള ചായക്കടയിലെ രുചിയൊക്കെ അറിയും. അന്നേരം ആയിരിക്കും നമുക്ക് മനസ്സിൽ നിന്ന് പോകണം അല്ലേ? വല്ലാത്തൊരു കാര്യം തന്നെയാണ്. എന്തായാലും അടുത്ത ഗെയിം നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം അമ്മായിയുടെ ദോശക്കടയാണ്. അതിലുപരിയായിട്ട് അമ്മയ്ക്ക് റേഡിയോ വാങ്ങിക്കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ മോന് നല്ലൊരു കയ്യടി. ചിലരുണ്ട് കേട്ടോ, നമ്മൾക്ക് വീട്ടുകാരോട് വീട്ടിലൊക്കെ ഒരുപാട് സ്നേഹമൊന്നും കാണിക്കുകയില്ല, അമ്മയോട് അധികം സംസാരിക്കുകയൊന്നുമില്ല, തറുതലയൊക്കെ പറയും. പക്ഷെ അവരുടെ ഉള്ളിലായിരിക്കും ഒരുപാട് സ്നേഹം. വീട്ടിലുള്ളവരൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പുറത്ത് സ്നേഹം അഭിനയിക്കാൻ അറിയാതെ ഉള്ളിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരു ഭീകരനാണ് യവൻ. എന്തായാലും അമ്മായിയുടെ ദോശക്കട ആരംഭിക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? റെഡിയാണ്. അപ്പോ അമ്മായിയുടെ ദോശക്കട എന്ന് പറയുന്നത് ഇവിടെ ഒരു ചട്ടുകം വെച്ചിട്ടുണ്ട്. ചട്ടുകം എടുത്ത് കാണിച്ചേ. ഇതാണ് ചട്ടുകം. ഇപ്പൊ താഴെ വെച്ചോളൂ. കുറെ ദോശയ്ക്ക് പകരം കുറെ സ്മൈലി ബോൾസ് ആണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ചട്ടുകം കൊണ്ട് താഴെ പോകാതെ ഓരോ ബോളുകൾ, 2 പാത്രം ഇവിടെ, അതായത് ദോശക്കല്ലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ദോശക്കല്ലിൽ കൊണ്ടുപോയി ഓരോ അപ്പം കൊണ്ടുപോയി ചുട്ടു വെക്കുക. അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത. ഗെയിമിനുള്ള സമയം എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണുള്ളത്. ആ സമയത്തിനുള്ളിൽ ഇതിൽ ഓരോ അപ്പം ചുടുക. റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ, അപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അമ്മായിയുടെ ദോശക്കട. വളരെ സ്ലോയിൽ, പതിയെ പതിയെ സ്ലോയിൽ മോനെ, പതിയെ പതിയെ. റേഡിയോ വാങ്ങേണ്ടതാണ്. വളരെ സ്ലോയിൽ. സമയമില്ല, സമയമില്ല, ചെയ്യൂ. ധൃതി വെക്കരുത്. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മോനെ. ഓ ഓ യെസ്. Very good. Very
ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. 30 സെക്കൻഡാണ് ബാക്കിയുള്ളത്. Yes! 10 സെക്കൻഡ്സ് ബാക്കി നിൽക്കുകയാണ്. ദോശ ചുട്ടു തീർത്തത്. അറക്കൽ ദേവി കൂടെ ഉണ്ടല്ലേ? ഇല്ലേ അശ്വന്തേ? ഓ, എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു? സത്യം പറ. ഞാൻ തീരെ വിചാരിച്ചിക്കൊന്നുമില്ല. ഇല്ല, നമ്മള് വിചാരിച്ചില്ല. പിന്നെ എങ്ങനെ നേടിയത്? അത് ഞാൻ പറഞ്ഞില്ലേ, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അമ്മക്കെല്ലാം റേഡിയോ വാങ്ങിക്കൊടുക്കുന്നേ. അതാണ്. അമ്മയെ ഭയങ്കര ഇഷ്ടമാണോ? ആ, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ ദോശ ചുടാനൊക്കെ സഹായിക്കാറുണ്ടോ? ദോശ ചുടാനായിട്ട് അമ്മയെ സഹായിക്കാറുണ്ടോ? പീടിയാല് സാധനം വാങ്ങാൻ പോകാൻ പറഞ്ഞ പോക്കില്ല. പിന്നെ ആ ദോശ ഇടുന്നേ. അമ്മാമ്മ ഇതെല്ലാം ഇരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടാ. അച്ഛമ്മ അതെല്ലാം അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഒളിച്ചിരിക്കുക. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ 5000 രൂപയുടെ ഗെയിമിൽ ജയിച്ചിരിക്കുക. അടുത്ത ഗെയിം ഏതാണ്? 10,000 രൂപയുടെ. 10,000 രൂപയുടെ ഗെയിം. തയ്യാറല്ലേ? തയ്യാറാണ്. 10,000 രൂപയുടെ ഗെയിം. അതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പുള്ള സമ്മാനമാണ് 10,000 രൂപ എന്ന് പറയുന്നത് അല്ലേ? പ്രതീക്ഷയുണ്ടോ അശ്വന്തന്? എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷയാണ്. അധികം പ്രതീക്ഷിക്കാതെയൊക്കെയാണ് ഇത്രയും വരെ എത്തിയതല്ലേ? ആമാ. എന്തായാലും അടുത്ത ഗെയിം നമുക്ക് എന്താണെന്ന് നോക്കാം. അശ്വന്ത് രക്ഷപ്പെടുവോ? തീർച്ചയായിട്ടും രക്ഷപ്പെടും. എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ട്, നാട്ടുകാരുടെ എല്ലാ സപ്പോർട്ടുണ്ട്. അപ്പൊ ആ സപ്പോർട്ട് ഒന്ന് കാണട്ടെ. വെരി ഗുഡ്. അപ്പൊ എന്തായാലും അശ്വന്തിനുള്ള അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. അശ്വന്തിനുള്ള അടുത്ത ഗെയിം ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് പറയുന്നതിന് മുന്നേ സി കേരളം സൂപ്പർ ബമ്പർ പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
മുഴം ലോട്ടെ ലാട്ടി മരുന്ന് കണക്കിന് മാറ്റിയെടുത്ത് എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ? നല്ല പെർഫോമൻസ് അല്ലേ? കിടിലായിരുന്നു. ഏത് ലെവലി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അപ്പൊ എന്തായാലും അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. അശ്വന്തിനുള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് ബാങ്കിൾ ഫിഷിംഗ്. മനസ്സിലായ ബാങ്കിൾ ഫിഷിംഗ് എന്താണെന്ന്? അശ്വന്തിന്റെ തലയിൽ ഒരു റിബൺ കെട്ടിയിട്ടുണ്ട്. അതിലൊരു ചൂണ്ടയുണ്ട്. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ചൂണ്ട കൊണ്ട് കൈ തൊടാതെ ഓരോ വള എടുക്കുക. എന്നിട്ട് നേരെ കൊണ്ടുപോയി ഈ കുപ്പിയുടെ മേലിൽ വെക്കുക. എന്നിട്ട് ചൂണ്ട കൈ കൊണ്ട് നമുക്ക് എടുക്കാം. 40 സെക്കൻഡ് ആണ് ഈ ഗെയിമിന്റെ സമയം. 3 കുപ്പിയിലിടണം. നിസ്സാര ഗെയിമാണ്. അപ്പോ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ അടുത്തത് എന്താണ്? 10,000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും റെഡിയല്ലേ? റെഡിയാണ്. 40 സെക്കൻഡ് ആണ് സമയം. അശ്വന്താണ് കളിക്കാൻ പോകുന്നത്. 25,000 രൂപയുടെ കളിയിലേക്കുള്ള എൻട്രിയാണിത്. 10,000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉറപ്പിച്ച സമ്മാനമാണ്. 10,000 രൂപ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അശ്വന്ത് റെഡി, ഗെയിം സ്റ്റാർട്ട്. ശ്രദ്ധിച്ച് 40 സെക്കൻഡ് ആണ് സമയം. റെഡി, വെരി ഗുഡ്, വെരി ഗുഡ്. വെച്ചോളൂ അവിടെ. Yes. 20 seconds ആവുന്നു. 20 seconds കഴിഞ്ഞു. യെസ്, കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അൺഫോർച്ചുനേറ്റ്ലി അശ്വന്തിനെ നമുക്ക് ഗെയിമിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാതെ പോയി. നന്നായിട്ട് കളിച്ചല്ലേ? ഇതെന്ത് എടാ പോട്ടാ, സാരമില്ല. പോട്ടേന്ന് നീ എന്ത് പറ്റി നിനക്ക്? പിന്നെ കോപ്പ. അതാണ് യശ്വന്ത്. 3,000 രൂപയെ അശ്വന്തിനെ നമുക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ. അശ്വന്തേ, 3,000 രൂപ. എന്താണ് പരിപാടി? ബാക്കി വേണേ സ്വീകരിക്കാം. ബാക്കി വേണേ സ്വീകരിക്കാം, ദാനമായിട്ട് സ്വീകരിക്കാം അല്ലേ? പക്ഷേ 3,000 രൂപയ്ക്ക് എന്ത് കിട്ടും? റേഡിയോ കിട്ടും. അതാണ് ബാക്കി നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരാളിങ്ങോട്ട് കയറില്ലേ പൂരത്തിന്? പാമ്പാടി രാജൻ. അത് പിന്നെ ഒരു ദിവസം 2-2.5 ലക്ഷം രൂപ വേണം. അതിന്റെ അകത്ത് അതിന്റെ അകത്ത് കിട്ടുന്ന ഒരു വീതം കൊടുക്കണം. നീ ഒരു കാര്യം ചെയ്യേ, രാജനുമായിട്ട് സംസാരിക്കേ. ഓക്കെ, ആയിക്കോട്ടെ. അതെന്തായാലും അതാണ് വലിയൊരു കാര്യം പറയാം. ഉത്സവത്തിന് ആന വരുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ്, കോട്ടയത്തു നിന്ന്. പാമ്പാടി രാജനാണ് ഇവിടെ എഴുന്നള്ളിക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞത് ഈ കിട്ടിയ പൈസ ദേവിക്ക് വേണ്ടി സമർപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതാണ് അർത്ഥമാക്കി പറഞ്ഞത്. ഏതായാലും നല്ലൊരു കയ്യടിയോട് കൂടി അശ്വന്തിനെ നമുക്ക് ഇവിടുന്ന് വിട വാങ്ങിക്കാം. ടാറ്റ. ഒന്നുകൂടെ കരഞ്ഞേ, ഒന്നുകൂടെ കരയേ. ഇല്ല അശ്വന്ത്, നിനക്കൊന്നുമില്ല, നിനക്കൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ഇല്ല. അതാണ് അശ്വന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഗംഭീരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അശ്വന്തിന് നല്ലൊരു കയ്യടി. നമ്മളിന്ന് സൂപ്പർ ബമ്പർ ഷൂട്ട് ചെയ്തത് മടപ്പള്ളിയിലാണ്, അതായത് കോഴിക്കോട് ജില്ലയിൽ ശ്രീ അറക്കൽ കടപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ
തിരുനടയിലാണ്, ദേവിയുടെ തിരുനടയിലാണ് ഇന്ന് സൂപ്പർ ബമ്പർ ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഇവിടുത്തെ തടിച്ചുകൂടിയ ജനസാഗരം, അത് മാത്രമല്ല ഇതുവരെ സ്നേഹത്തിന്റെ കയ്യടിയുടെ സ്പർശം, അത് മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഈ ഒരു സ്നേഹം, അത് മാത്രമാണ് സി കേരളം സൂപ്പർ ബമ്പറിന്റെ വിജയം എന്ന് പറയുന്നത്. അതെ, കളികൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഗെയിമുകൾ ഇവിടെ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പർ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ വീണ്ടും പുതിയ കളികളും പുതിയ ഗെയിമുകളും ഒരുപാട് സമ്മാനങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.